നമസ്കാരം. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു സിനിമ കാണുന്നത് എനിക്ക് 6 or 7 വയസ്സുള്ളപ്പോഴാണ്. അത് ജോൺ അബ്രഹാമിൻ്റെ വിദ്യാർത്ഥികളെ ഇതിലെ എന്ന സിനിമയാണ്. അന്നത്തെ കാലത്ത് ഈ ഫിലിം സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ കൊണ്ടുവന്ന് ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഞാൻ ആ സിനിമ കണ്ടത്. പിന്നീട് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന സിനിമയാണ്. അന്നെനിക്ക് 10 വയസ്സ് പ്രായം കാണും. കറ്റാനം പോപ്പ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള സുബി എന്ന സിനിമാ കൊട്ടകയിലേക്ക്, ആ സുബി ഇപ്പോഴില്ല, എന്നാലും അതിൻ്റെ ഓർമ്മ ഉണർത്തുന്ന കറ്റാനം ഗാനം ഇപ്പോഴും നിലവിലുണ്ട്. അന്നത്തെ ആ പൊരിവെയിലിൽ കാൽനടയായി ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും നടന്നുപോയി ഉത്തരായനം എന്ന സിനിമ കണ്ട ആ ദിവസം ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇന്ന് അരവിന്ദൻ്റെ ചരമവാർഷിക ദിനമാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ ആ വെയിൽ യാത്ര ഓർത്തത്. ഒരു 10 വയസ്സുകാരൻ്റെ മനസ്സിൽ കയറുന്നതായിരുന്നില്ല ഉത്തരായനം എന്ന സിനിമയുടെ പ്രമേയവും അവതരണവും. എന്നാലും സിനിമ എന്ന കൗതുകം നിറഞ്ഞ എൻ്റെ ബാല്യം ഒറ്റയിരുപ്പിന് ആ സിനിമ കാണാൻ എന്നെ നിർബന്ധിതനാക്കി. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അച്ഛനാണ് ജി അരവിന്ദൻ എന്ന സിനിമാക്കാരനെക്കുറിച്ചും ഉത്തരായനം എന്ന സിനിമയെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് മുതൽ ഞാൻ എന്തുകൊണ്ടോ അരവിന്ദനെ സ്നേഹിക്കാൻ ആരംഭിച്ചു. ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ സംവിധായകനാണ്. ഉത്തരായനത്തിലെ രവിയെയും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ എവിടെയൊക്കെ രവി എന്ന പേരുകാരനെ കണ്ടാലും ഞാൻ അരവിന്ദൻ എന്ന സംവിധായകനെ ഓർക്കും. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി പകരുന്ന മണിവീണ മൂകമായി. ഈ ഗാനം ഓർമ്മയുള്ളവർ ഉണ്ടാകും ഇപ്പോഴും. കറകളഞ്ഞ ഗാന്ധിയനും ഓടക്കുഴൽ അവാർഡ് ജേതാവുമായ ജി കുമാരപിള്ള എഴുതിയ ഈ വരികൾക്ക് രാഘവൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ ഈ ഗാനം ഉത്തരായനം എന്ന സിനിമയിലെയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ അഭ്യസ്തവിദ്യരായ യുവതലമുറയുടെ ആശങ്കകളും സംഘർഷങ്ങളും പേറുന്ന രവി എന്ന നായകന്റെ പാട്ടാണിത്. സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അത്രയൊന്നും കൂടുതൽ അറിവില്ലാതിരുന്ന ജി അരവിന്ദൻ എന്ന ചെറുപ്പക്കാരന്റെ ആദ്യത്തെ സിനിമയെ ഈ റെഗുലർ ഷോയിലൊന്നും ഉൾപ്പെടുത്താൻ അന്ന് തിയേറ്റർ ഉടമകൾ തയ്യാറാകാതെ വന്നപ്പോൾ ഫിലിം സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ സംവിധായകന്റെ തന്നെ മേൽനോട്ടത്തിൽ സിനിമ മലയാളികളെ കാണിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രദർശനങ്ങളുടെ ഭാഗമാണ് 10 വയസ്സുള്ളപ്പോൾ ഈ സിനിമ കണ്ടത് എന്ന് എനിക്ക് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. അത് ഞാൻ നല്ല സിനിമയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആരംഭിച്ച കാലത്താണെന്ന് മാത്രം. അപ്പോഴേക്കും അരവിന്ദൻ എന്ന സംവിധായകൻ ഈ കൊച്ചു മലയാള സിനിമയെ ലോക സിനിമയുടെ നെറ്റിക്ക് മുകളിൽ കൊണ്ടുപോയി വെച്ചു. എനിക്കെന്നല്ല, ഇന്ത്യൻ സിനിമയുടെ ലോകമുഖമായ സാക്ഷാൽ സത്യജിത്ത് റായിക്ക് പോലും ഒന്ന് തൊടാൻ കഴിയാത്ത വിധം. ആരായിരുന്നു ഈ അരവിന്ദൻ? പ്രശസ്തനായ അച്ഛൻ്റെ അത്രയൊന്നും പ്രശസ്തനല്ലാതിരുന്ന മകൻ. കോട്ടയം ബാറിലെ അഭിഭാഷകനായിരുന്നു ശ്രീ എം.എൻ. ഗോവിന്ദൻ നായർ. അന്ന് കേരളം മുഴുവൻ അദ്ദേഹത്തെ അറിയും. വെറുമൊരു വക്കീൽ മാത്രമായിരുന്നില്ല അദ്ദേഹം. പത്രപ്രവർത്തകനായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥാപകാംഗവും പിന്നീട് അതിന്റെ ഡയറക്ടറുമൊക്കെ ആയിരുന്നു. എം.എൻ. ഗോവിന്ദൻ നായർ സാർ, അദ്ദേഹത്തിന്റെ നായരുടെ മൂക്ക്, ഗോപിവിലാസം, കടുവായുടെ ആത്മകഥ, എം.എന്റെ ഹാസ്യകൃതികൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച അരവിന്ദനിൽ ബാല്യം മുതൽ സാഹിത്യമായിരുന്നില്ല, ചിത്രരചനയായിരുന്നു കമ്പം. മക്കളുടെ കലാവാസനകളെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഗോവിന്ദൻ നായരാണ് അരവിന്ദനിലെ കാർട്ടൂണിസ്റ്റിനെ ആദ്യം കണ്ടെത്തിയത്. ലോക കാർട്ടൂൺ ക്ലാസിക്കുകൾ അത് അടങ്ങുന്ന അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങളായ മിൽവാക്കി ജേണലിന്റെ വാരാന്ത്യ പതിപ്പ് അരവിന്ദന് അച്ഛൻ സ്ഥിരമായി വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നു. കുമരകത്തെ അമ്മത്തറവാട്ടിന്റെ ചുവരുകളിൽ ചിത്രം വരച്ചു തുടങ്ങിയ അരവിന്ദന്റെ തലയിലെടുത്ത്
അന്ന് ആ അച്ഛൻ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. കുമരകത്തെയും കോട്ടയത്തെയും പഠനം കഴിഞ്ഞ് ഡിഗ്രിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ബോട്ടണി പ്രധാന വിഷയമായി എടുത്ത് ബിരുദം നേടി പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ തന്നെ റബ്ബർ ബോർഡിൽ ഒരു ജോലി സമ്പാദിച്ച് അരവിന്ദൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. ഈ കാലഘട്ടത്തിൽ പല പ്രസിദ്ധീകരണങ്ങളിലും ചെറിയ കാർട്ടൂണുകളൊക്കെ വരച്ച് വരയുടെ സാങ്കേതിക വഴിയിൽ അരവിന്ദൻ ഹരിശ്രീ കുറിച്ചിരുന്നു. ഈ സമയത്ത് തന്നെ കാർട്ടൂൺ സൃഷ്ടികൾക്കൊപ്പം ശാസ്ത്രീയ സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അരവിന്ദൻ പ്രാവീണ്യം നേടി. ഉദ്യോഗ സംബന്ധമായി കോഴിക്കോട്ടേക്കുള്ള സ്ഥലം മാറ്റം അരവിന്ദൻ എന്ന കാർട്ടൂണിസ്റ്റിന്റെ വരയുടെ ഗതി മാറ്റി. അവിടെ MT വാസുദേവൻ നായരുമായുള്ള സൗഹൃദമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ അവസാനത്തെ പുറത്ത് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ആരംഭിക്കാൻ കാരണമായത്. ആ അവസാനത്തെ പുറത്തെ വരയെ വളരെ പതുക്കെ മലയാളം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ പരമ്പരയിലൂടെ മലയാളി ലോകത്തെ കാണാൻ തുടങ്ങി. അരവിന്ദൻ സൃഷ്ടിച്ച കാർട്ടൂൺ കഥാപാത്രങ്ങളായ ഗുരുജിയും രാമുവുമൊക്കെ മലയാളികൾക്ക് കൺമുമ്പിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളായി മാറി. ഏതാണ്ട് 1000-ലേറെ ചിത്രപടങ്ങൾ അത് ചേർത്തിണക്കി അരവിന്ദൻ അവതരിപ്പിച്ച ഈ പരമ്പര ലോകത്തിലെ ആദ്യത്തെ ഗ്രാഫിക് നോവലാണെന്ന് പിന്നീട് പല പണ്ഡിതന്മാരും വിലയിരുത്തപ്പെട്ടു. ഏഷ്യാനെറ്റിൽ ഇന്നും വിജയകരമായി തുടരുന്ന മുൻഷി എന്ന പരമ്പര അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന ഗ്രാഫിക് നോവലിന്റെ സ്വാധീനത്തിൽ നിന്ന് പിറവിയെടുത്തതാണ്. ഈ കോഴിക്കോടൻ സായാഹ്നങ്ങൾ അരവിന്ദന് ഒരു വലിയ സുഹൃത്ത് സംഘത്തെ നേടിക്കൊടുത്തു. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരവും MT വാസുദേവൻ നായരുടെ നിർമാല്യവും മലയാള സിനിമയുടെ ഗതി മാറ്റിയ കാലഘട്ടമായിരുന്നു. കോഴിക്കോട്ടെ പാരഗൺ ലോഡ്ജിലെ അരവിന്ദന്റെ ചെറിയ മുറി പിന്നീട് അങ്ങോട്ട് നാടകത്തിന്റെയും സിനിമയുടെയും വലിയൊരു ലോകമായി മാറി. നല്ല സിനിമയുടെ വക്താവായി അടൂർ രംഗപ്രവേശം ചെയ്തപ്പോൾ സ്വയംവരം എന്ന സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല അത് കോഴിക്കോട് പട്ടണത്തിൽ ഒട്ടിക്കാനും അരവിന്ദൻ ഒപ്പം നിന്നു. ഇന്ത്യൻ സിനിമയുടെ കണ്ണ് ലോകോത്തര സിനിമകളായ രാഷ്ട്രമോൺ, ബൈസിക്കിൾ തീവ്സ് എന്നിവ തേടിപ്പോയപ്പോൾ അരവിന്ദൻ അതിനും മുൻപ് അവിടെ എത്തി എന്ന് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അടൂർ രണ്ടാമതൊരു സിനിമയ്ക്ക് കളം വരച്ചു തുടങ്ങിയപ്പോൾ അരവിന്ദൻ കലാസംവിധായകനായി ഒപ്പം കൂടി. അതിന്റെ ലൊക്കേഷൻ തേടി മാവേലിക്കര, ഞങ്ങളുടെ നാട്ടിൽ മാവേലിക്കര അച്ചൻകോവിലാറിന്റെ തീരത്തും മാന്നാർ പരുമലക്കടവിലുമൊക്കെ അരവിന്ദനോടൊപ്പം ദിവസങ്ങളോളം അലഞ്ഞു നടന്ന കഥ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആ പദ്ധതി നടന്നില്ല. നടന്നിരുന്നുവെങ്കിൽ വെറുമൊരു കലാസംവിധായകനായോ കാർട്ടൂണിസ്റ്റായോ അരവിന്ദൻ ജീവിച്ച് ആ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. ഈ സമയത്ത് തന്നെ ആധുനിക നാടക പ്രസ്ഥാനത്തിന് അരവിന്ദൻ ചില്ലറ സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. ജി ശങ്കരപ്പിള്ളയോട് ചേർന്ന് നാടക പ്രസ്ഥാനത്തിന് ഒരു വേദി സജീവമാക്കുകയും കാവാലം നാരായണ പണിക്കരുടെ അവനവൻ കടമ്പ ഉൾപ്പെടെയുള്ള നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. നാടകത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാൻ കാവാലം നാരായണ പണിക്കരെ പ്രേരിപ്പിച്ചതുപോലും അരവിന്ദനാണെന്ന് പറയാം. കൊല്ലത്തു നിന്നും കോഴിക്കോട്ടെത്തിയ പട്ടത്തുവിള കരുണാകരനും കോഴിക്കോട്ടുകാരനായ തിക്കൊടിയനും അന്ന് അരവിന്ദന്റെ പാരഗൺ സദസ്സിലെ സ്ഥിരം അംഗങ്ങളായിരുന്നു. ഈ മൂവർ സംഘം ഒരു സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിടുമ്പോൾ അത് സംവിധാനം ചെയ്യാൻ അടൂരിന്റെ പേര് നിർദ്ദേശിച്ചത് അരവിന്ദനാണ്. കഥ കേട്ടപ്പോൾ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ അതിൽ നിന്ന് പിന്മാറുകയും ആ ദൗത്യം അരവിന്ദനോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അരവിന്ദൻ ആദ്യ സിനിമയുടെ ദൗത്യം ഏറ്റെടുക്കുന്നത്. പട്ടത്തുവിള കരുണാകരന്റെ കഥയ്ക്ക് അരവിന്ദനും തിക്കൊടിയനും ചേർന്ന് തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കി. അങ്ങനെയാണ് ഉത്തരായനം എന്ന സിനിമ പിറക്കുന്നത്. ആ വർഷത്തെ ദേശീയ അവാർഡ് അടക്കം 7 സംസ്ഥാന അവാർഡുകൾ ഉത്തരായനം കരസ്ഥമാക്കി. മാത്രമല്ല ലോകത്താകമാനമുള്ള ചലച്ചിത്ര മേളകളിൽ ഉത്തരായനം പ്രദർശിപ്പിക്കപ്പെട്ടു. പോയിടത്തു നിന്നെല്ലാം സ്വർണവും വെള്ളിയും വെങ്കലവും വാരിക്കൊണ്ടുവന്ന് മലയാള സിനിമയുടെ കലവറയിലിട്ടു അരവിന്ദൻ. സൂര്യന്റെ ദിനചലന പഥം വഴിമാറുന്ന പ്രതിഭാസമാണ് ഈ ഉത്തരായനം എന്നറിയപ്പെടുന്നത്. മലയാള സിനിമയുടെ ചലനപഥത്തെ തന്നെ അരവിന്ദൻ ഉത്തരായനം കൊണ്ട് മാറ്റി എഴുതി. ആ സിനിമയാണ് ഞാൻ കഥയറിയാതെ കുത്തിയിരുന്ന് 10ാമത്തെ വയസ്സിൽ കണ്ടത്. പിന്നെ വന്ന ഒരു അരവിന്ദൻ സിനിമയും ഞാൻ കാണാതിരുന്നിട്ടുമില്ല. ഉത്തരായനത്തെ തുടർന്ന് കാർട്ടൂൺ തൂലിക അടച്ചുവെച്ച് ക്യാമറയുമായി അരവിന്ദൻ ഒരു പുതിയ അയനം ആരംഭിച്ചു. കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവയിൽ, ചിദംബരം, ഒരിടത്ത്, വാസ്തുഹാര എല്ലാ സിനിമകളും വിശ്വോത്തര സൃഷ്ടികളായി മാറി. സംവിധാനം ചെയ്ത സിനിമകൾക്കെല്ലാം അവാർഡ്.
അരവിന്ദൻ എന്നാൽ സിനിമ എന്ന മാധ്യമത്തിന്റെ നിർവചനവും ആ സിനിമകൾ അവാർഡിന്റെ പെരുക്കപ്പേരുമായി മാറി. ഉത്തരായനത്തിൽ ജി കുമാരപിള്ളയെ കൊണ്ട് പാട്ടെഴുതിച്ച അരവിന്ദൻ കാഞ്ചനസീതയിൽ സിനിമ കണ്ടിട്ടില്ലാത്ത ആദിവാസികളെ നായികനായകന്മാരാക്കി. അതിൽ വാൽമീകിയുടെ ശബ്ദം കൊടുക്കാൻ അരവിന്ദൻ തെരഞ്ഞെടുത്തത് പ്രശസ്ത സംവിധായകനായ ജോൺ അബ്രഹാമിനെയാണ്. അതുകൊണ്ട് ജോൺ അബ്രഹാം സംസ്കൃതം പഠിച്ചുവെന്ന് ആരോ പിന്നീട് ഫലിതവും പറഞ്ഞു. ചിത്രകാരനും എഴുത്തുകാരനും സാഹസിക സഞ്ചാരിയുമായ രാജൻ കാക്കനാടനാണ് എസ്തപ്പാനിൽ നായകനായത്. ആ എസ്തപ്പാൻ സിനിമ ഞാൻ 7 തവണ കണ്ടിട്ടുണ്ട്. സാഹിത്യകാരനായ കാക്കനാടന്റെ സഹോദരനാണ് ഈ രാജൻ കാക്കനാടൻ. കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പോക്കുമയിൽ എന്ന ചലച്ചിത്രത്തിൽ താരമായപ്പോൾ ചിദംബരത്തിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ മൂല്യമുള്ള നായിക സ്മിത പട്ടേൽ പ്രധാന വേഷം ചെയ്തു. തമ്പിലെ കാനകപ്പെണ്ണ് ചെമ്പരത്തി കണ്ണേറാം കുന്നുമ്മേൽ ഭജനം പാർത്തു എന്ന ഗാനം ചലച്ചിത്ര ഗാന ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അനുഭവമായി. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല അരവിന്ദൻ സിനിമയിൽ അടയാളപ്പെടുത്തിയത്. സ്വന്തം സിനിമയുൾപ്പെടെ പല സിനിമകൾക്കും സംഗീതം നിർവഹിച്ച അരവിന്ദന് ഒരേ തൂവൽ പക്ഷികൾ എന്ന ചലച്ചിത്രത്തിൽ ഏറ്റവും മികച്ച സംവിധായകൻ എന്ന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. നിരവധി ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും അരവിന്ദന്റെ പേരിലുണ്ട്. വിന്ദൻ എന്ന പേരിനെ പൂർണ്ണതയുടെ വൃത്തമായി സങ്കല്പിച്ചാൽ ഈ മനുഷ്യൻ അരവിന്ദൻ അല്ല മുഴുവിന്ദൻ ആണെന്ന് പറയേണ്ടി വരുമെന്ന് പ്രശസ്തരായ ആരുടെയോ കമന്റുണ്ട്. പ്രശസ്ത സംവിധായകനായ പവിത്രൻ ഒരിക്കൽ അരവിന്ദനോട് തന്നെ ചോദിച്ചു, നിന്റെ സമൃദ്ധമായ ഈ താടിക്കകത്ത് ഒരു കൂടുണ്ടാക്കി ഒരു അടയ്ക്കാക്കുരുവിയായി ഞാൻ ശിഷ്ടകാലം ജീവിച്ചോട്ടെ എന്ന്. ശരിയല്ലേ? പവിത്രന്റെ ആഗ്രഹം മാറ്റി നിർത്തിയാൽ മലയാള സിനിമ ഇന്നും കൂടുകെട്ടി ജീവിക്കുന്നത് ആ അരവിന്ദ സ്മരണയിൽ തന്നെയല്ലേ? അരവിന്ദന്റെ ഒരു ചരമവാർഷികത്തിന് നിളയുടെ തീരത്തൊരുക്കിയ വേദിയിൽ അരവിന്ദന്റെ ചിത്രം വരച്ചു തീർത്ത ആത്മമിത്രം ആർട്ടിസ്റ്റ് നമ്പൂതിരി പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രത്യേകം ഓർത്തുപോകുന്നു. എത്ര വരച്ചാലും ഇനിയും വരയ്ക്കാനുണ്ടെന്ന തോന്നലുണ്ടാക്കുന്ന ഏക മുഖം അരവിന്ദന്റേത് മാത്രമാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് കഴിയാത്തത് എനിക്കെങ്ങനെ കഴിയും? എത്ര പറഞ്ഞാലും തീരാത്ത അരവിന്ദ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കും.